ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് അപ്പൂസ് ഒഫീഷ്യൽ. അപ്പം നമ്മൾ ഇന്ന് വാവയ്ക്ക് 1.5 മാസത്തിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താകും എങ്ങനെയാകും എന്നൊന്നും യാതൊരുവിധ പിടിയില്ല. അപ്പോൾ നമ്മൾ പോകാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ ഇതേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. അമ്മയും സുട്ടു ഞാനും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് കേട്ടോ. നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തുറവൂർ ഹോസ്പിറ്റലിലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലുള്ള വാക്സിൻസ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7,000-8,000 രൂപയോളം നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഫുള്ളി ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാട്ടോ തുറവൂരൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നടന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് നമുക്കൊരു ബുക്ക് കിട്ടും, അമ്മയും കുഞ്ഞും ബുക്ക് കിട്ടും. അത് ആശാ വർക്കറാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ആ ബുക്കുമായിട്ട് നമ്മൾ നേരെ ഈ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് പോവുക. അപ്പോൾ അവിടെ നേഴ്സ് ഉണ്ടാകും, ആളുടെ കയ്യിൽ ഇത് കൊടുക്കുക. അപ്പം നമ്മുടെ ബേബിയുടെ വെയിറ്റും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ എടുത്ത വാക്സിൻ്റെ ഡേറ്റ് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതെല്ലാം എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ വാക്സിൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും, റെഡിയാക്കി തരും. അപ്പോൾ നേരെ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ കയറി. വാക്സിൻ എടുക്കുന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ സുട്ടു. കൂടെ ഞാനും നല്ല കരച്ചിലായിരുന്നു. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാകും എന്നുള്ളത് ഒരു പിടി ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് കഠിനമായിരുന്നു കേട്ടോ, ഈ ഒരു ദിവസത്തിൽ കൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ കടന്നു പോയിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുപോലെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അവന് നല്ല ക്ഷീണവും വേദനയും പിന്നെ പനി വരണം എന്നാണല്ലോ. അപ്പോൾ പനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മെഡിസിൻസും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടും അവന് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു. അവൻ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കരഞ്ഞ് കുറച്ച് നേരം ഉറങ്ങും, പിന്നെ കരയും, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 2 ദിവസം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നമ്മുടെ കുഞ്ഞുമക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്ന അമ്മമാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ.